എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയവിടിലേക്ക് സ്വാഗതം. +1, +2 മോഡൽ എക്സാം 2025 ടൈം ടേബിൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ ടൈം ടേബിൾ വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയാണ്. എന്താണ് കാര്യമെന്നല്ലേ? വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട, മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്, തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ചെയ്യാം. +1, +2 പബ്ലിക് എക്സാം. +1, +2 പൊതുപരീക്ഷ 2025 ടൈം ടേബിൾ. +1, +2 പബ്ലിക് മോഡൽ എക്സാം 2025 പൊതുപരീക്ഷയ്ക്ക് മുമ്പായിട്ട് നടത്തുന്ന മോഡൽ എക്സാമിന്റെ ടൈം ടേബിൾ ഇപ്പോൾ DHSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? ടൈം ടേബിൾ ഇപ്പോൾ ലഭ്യമാണ്. വിദ്യാർത്ഥികൾക്ക് DHSCയുടെ സെക്ഷനിൽ പോയി, അതായത് നിങ്ങൾ ഗൂഗിളോ ക്രോമോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് DHSC, ഡയറക്ടറേറ്റ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ അങ്ങനെയൊന്നും വേണ്ട. DHSC എന്ന 4 അക്ഷരം നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ DHSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകും. അവിടെ നിങ്ങൾക്ക് ടൈം ടേബിൾ എന്ന സെക്ഷനിൽ ഇപ്പം +1, +2 മോഡൽ എക്സാം 2025 എന്ന് പറഞ്ഞൊരു ടൈം ടേബിളിന്റെ ലിങ്ക് അവിടെ ലഭ്യമാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലേക്കോ സിസ്റ്റത്തിലേക്കോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് ടൈം ടേബിൾ തിരിച്ചടിയാന്ന് പറഞ്ഞതെന്നറിയാമോ? നിങ്ങൾ ആ ടൈം ടേബിൾ നോക്കുക. ഞാൻ ആ ടൈം ടേബിൾ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് വിദ്യാർത്ഥികൾ പെടുന്ന രീതിയിലുള്ള ഒരു ടൈം ടേബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എന്താണ്? ആ ടൈം ടേബിളിൽ ക്രമീകരിച്ചിരിക്കുന്ന പരീക്ഷയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് അത്ര സുഗമമായി പോകാനുള്ളൊരു ടൈം ടേബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വിദ്യാർത്ഥികൾക്ക് ഇത് കുറച്ച് വിദ്യാർത്ഥികളെ കടുപ്പത്തിലാക്കും. അല്ലെങ്കിൽ തുടർച്ചയായി വരുന്ന പരീക്ഷകൾ, രാവിലെയും വൈകിട്ടും ഒരു ദിവസം പോലും ഇടയ്ക്ക് ഗ്യാപ്പില്ലാതെ വരുന്ന പരീക്ഷകൾ വിദ്യാർത്ഥികളെ തിരിച്ചടിയാക്കും എന്നുള്ളത് ഉറപ്പാണ് എൻ്റെ അഭിപ്രായത്തിൽ. അതായത് നിങ്ങൾക്ക് അടുപ്പിച്ച ദിവസങ്ങളിൽ പരീക്ഷ വരുന്നുണ്ട്. ഇന്ന് നാളെ മറ്റന്നാളൊക്കെ പരീക്ഷ വരുന്നുണ്ട്. അല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഒരേ ദിവസം തന്നെ പരീക്ഷ വരുന്നതാണ് ഉദ്ദേശിച്ചത്. ഇന്ന് നാളെ മറ്റന്നാൾ ഇങ്ങനെ തുടർച്ചയായി പരീക്ഷ, രാവിലെ വൈകിട്ട് പരീക്ഷ എന്നിങ്ങനെ പല കാര്യങ്ങളും വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയാണ്. രാവിലെയും വൈകിട്ടും പരീക്ഷ നടത്തുന്നു, തുടർച്ചയായ ദിവസങ്ങളിൽ എക്സാം നടത്തുന്നു. വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ഒരു ടൈം ഇല്ലാത്ത രീതിയിലാണ് ടൈം ടേബിൾ ക്രമീകരിച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ നിന്ന് എനിക്ക് ആ ടൈം ടേബിൾ നോക്കിയപ്പോൾ മനസ്സിലായത്. നിങ്ങൾക്ക് DHS വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം ടേബിൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം. ആ ടൈം ടേബിൾ സംബന്ധിച്ച് എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാട്? നിങ്ങളാണ് പരീക്ഷ എഴുതാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്ന് നോക്കി വിലയിരുത്തുക. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, തുടർച്ചയായ ദിവസങ്ങളിൽ പരീക്ഷ വരുന്നു, രാവിലെയും വൈകിട്ടും എക്സാമാണ്, പഠിക്കാൻ പോലും ഒരു ടൈമില്ലാത്ത പ്രശ്നത്തിലേക്കാണ്. വിദ്യാർത്ഥികൾക്ക് ഒരു സ്ട്രെസ് ഉണ്ടാക്കുമെന്നാണ് എൻ്റെ നിലവിലെ ഒരു അഭിപ്രായം. തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുകൾ വരികയാണ് തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് ക്രേദ, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡൻസ്. ടൈം ഫോർ വാച്ചിങ്. ബൈ.